ഇക്രു, മൊണ്ണൂസ്, വൈൽഡ് കോപ്പ്, അൽക്കോക്കാച്ചി, മലയാളി പേര് പറഞ്ഞതാ, ബ്ലൈൻഡർ മോഡറേറ്റർ, ടാസൻ, ജാങ്കോ. ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ ഇന്ന് നമ്മൾ കുറേ കാലത്തിന് ശേഷം ഒരു വ്ളോഗുമായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്ന് നമ്മുടെ പയ്യന്മാർ GTA കളിക്കുന്ന എല്ലാവരോടും നമ്മൾ മീറ്റപ്പിന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ GTA കളിക്കുന്ന പയ്യന്മാരും അതുപോലെ നമ്മുടെ മെമ്പേഴ്സ്, നമ്മുടെ ചാനലിലെ മെമ്പർഷിപ്പ് എടുത്തിട്ടുള്ള മച്ചന്മാരുടെ അടുത്തും വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടെ ലുലുവിൽ മീറ്റ് ചെയ്യാനാണ് പോകുന്നത്. ഞാൻ ഓൾറെഡി ലേറ്റാണ്, 10:10 ആകുമ്പോൾ എത്താമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ 11 മണിയായി. ഞാൻ ഇവിടുന്ന് ഇറങ്ങുന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നേരെ പോവാം ലുലു മാളിലേക്ക്. ലെറ്റ്സ് ഗോ. ആദ്യം റോഡിൻ്റെ അവസ്ഥയെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വലിയ ബ്ലോക്കും കാര്യങ്ങളൊന്നും കാണില്ല, എല്ലാവർക്കും ഓക്കെ ആയിരിക്കും. പക്ഷെ പിന്നീട് കുറച്ചും കൂടെ ചെന്നപ്പോഴാണ് മനസ്സിലായ പെടാൻ ചാൻസ് ഉണ്ട്. 10:30 എന്ന് പറഞ്ഞാൽ ഇന്നിന് 1 മണിയായാലും എത്തത്തില്ലെന്ന് ഞാൻ കരുതിപ്പോയി ഗൈസ്. അമ്മാതിരി ബ്ലോക്കായിരുന്നു റോഡിൽ ഫുള്ള്. ഗൈസ്, ഇപ്പം നമ്മുടെ GTA ഇന്ന് സ്വയം വിശേഷിപ്പിക്കുന്ന പാർക്കർ വിളിച്ചായിരുന്നു കേട്ടോ. അവൻ വിളിച്ചിട്ട് അവൻ വർക്കല കണ്ടിരിക്കുവാണെന്ന്. നമ്മുടെ പ്ലാൻ വഴി നമ്മൾ നേരത്തെ ഈ ഒരു മീറ്റപ്പ് പ്ലാൻ ചെയ്തപ്പോൾ വർക്കല വെച്ച് മീറ്റ് ചെയ്യാം എന്നുള്ളതായിരുന്നു നമ്മൾ പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷേ ലാസ്റ്റ് കുറച്ച് ദിവസമായിട്ട് പയ്യൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ ഇതിൻ്റെ അപ്ഡേറ്റ്സ് ഒന്നും അവന് കിട്ടിയതുമില്ല. അപ്പം നമ്മൾ വർക്കല വെച്ചിട്ട് മീറ്റ് ചെയ്യാമെന്ന് കരുതിയിട്ട് നമ്മൾ ചെറുതായിട്ട് ആ പ്ലാൻ ഒന്ന് മാറ്റി. കാരണം ഇപ്പോഴത്തെ ഈ ചൂടും വെയിലും കാരണം നമ്മൾ വർക്കല ക്ലിഫിലൊക്കെ വെച്ച് മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കരിഞ്ഞു പോകും. അതുകൊണ്ട് നൈറ്റിന് നമ്മൾ ലുലു മോളിലോട്ടാക്കി. എന്നിട്ട് വെയിൽ താഴുവാണെങ്കിൽ അന്നേരം വേറെ എന്തെങ്കിലും പ്ലാൻ ചെയ്യാം എന്നൊരു രീതിയിലാണ് നമ്മൾ ലാസ്റ്റ് സെറ്റ് ചെയ്തത്. അപ്പം ആ രീതിയിൽ ആണ് ചെയ്തത്. പാർക്കർ വിളിച്ചിട്ട് ഞാൻ വർക്കലയിക്കുമെന്ന് പറഞ്ഞു. ഓക്കെ, ഇപ്പം അവൻ അവിടുന്ന് വരുന്നുണ്ട്, ഇപ്പം വന്നുകൊണ്ടിരിക്കുവാണെന്ന് പറഞ്ഞു. ഇപ്പം എന്നെ വിളിച്ചായിരുന്നു. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അങ്ങനെ നമ്മൾ ഏറെക്കുറെ ലുലു മാളിൻ്റെ അടുത്ത് എത്തിയിട്ടുണ്ട്. പക്ഷെ ഇതിൻ്റെ പ്രശ്നം എന്ന് വെച്ചാൽ നമുക്കിനി ഇവിടുന്ന് ഡയറക്റ്റ് കയറാൻ പറ്റില്ല. നേരെ പോയി U-ടേൺ അടിച്ച് കറങ്ങിയിട്ടേ എൻ്റർ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ പയ്യന്മാരകത്തുണ്ട്, നമുക്ക് പതുക്കെ അങ്ങോട്ട് ചെല്ലാം. നമ്മുടെ പ്രതീക്ഷ ഒട്ടും തെറ്റിയിട്ടില്ല. തിരക്കൊക്കെ അത്യാവശ്യം അങ്ങനെ തന്നെ ഉണ്ട്. ഓക്കെ, എൻ്റർ ചെയ്യാണ് എന്തായാലും. നോക്കട്ടെ. ഇനി ഒരു നല്ലൊരു പാർക്കിംഗ് സ്പോട്ടിലേക്ക് എത്തണം ഗൈസ്. ഓക്കെ, അപ്പോൾ നമ്മൾ പാർക്കിങ്ങിലെത്തി. എന്തായാലും മോളിനകത്ത് വലിയ കുഴപ്പമില്ല. സാധാരണ ഇവിടെ തിരക്കൊക്കെ ആണെങ്കിൽ മോളിൽ പോകേണ്ട വരും. ഇന്ന് നമ്മൾ ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ, ഗ്രൗണ്ട് ലെവൽ പാർക്കിങ്ങിൽ തന്നെ നമുക്ക് വണ്ടി ഇടാൻ പറ്റുന്നുണ്ട്. ഓക്കെ, മതി ധാരാളം. ഓക്കെ, അപ്പോൾ C6-ലാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തേക്കുന്നത്. നമ്മുടെ വണ്ടി കിടക്കുന്നത് ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ടോട്ടൽ ഗാങ്ങിലുള്ള മെമ്പേഴ്സ്. ഇതിലിപ്പോൾ ഒരാളുടെ കൂടി കുറവുണ്ട്. അയാളെ ഇപ്പം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാ നോക്കൂ. ഇതാണ് ഐജിൽ മോനൂസ്. നോക്കിയടാ മോനൂസേടാ, ഒന്ന് വിളിയടാ അവനെ. മോനൂസേടാ ഗൈസ്, ഇതാണ് IGL മോനൂസ്. നമ്മുടെ ഡിസ്കോഡിലിരുന്ന് കോര വായ്ത്താളം അടിക്കുന്ന പയ്യൻ. നമ്മുടെ ആരുടെയും മനസ്സിൽ ഇവൻ്റെ ശബ്ദം കേട്ടിട്ട് ഇങ്ങനത്തെ ഒരു രൂപം ആയിരുന്നില്ല ഉണ്ടായിരുന്നത്. സത്യം പറഞ്ഞാൽ ഇവനെ നേരിട്ട് കണ്ടപ്പം എനിക്ക് പെട്ടെന്ന് മനസ്സിൽ ഓർമ്മ വന്നത് നമ്മുടെ മനു അങ്കിൾ സിനിമയിലെ ഈ പയ്യൻ്റെ രൂപമാണ്. ഇതാണ് IGL മോനൂസ്. ഞാൻ ഓരോരുത്തരായിട്ട് പരിചയപ്പെടുത്തരാം. ബ്ലൈൻഡർ നോക്കിയടാ. ഓരോരുത്തരും വേണം. ഓക്കെ ഗൈസ്, അപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് മന്തി മനസ്സിലേക്ക് പോവാണ്. ഇവിടെ സ്റ്റാങ്കിലറിനെ കാണിക്കണേ പ്ലീസ്. സ്റ്റാങ്കിലർ തിരിയുന്നില്ലല്ലേ. സ്റ്റാങ്കിലർ ഇപ്പോൾ ഉണ്ട്. ബാക്കിലായിട്ട് ജോർജി ബ്രോ, ഈ സൈഡിലായിട്ട് നമ്മുടെ ഓപ്പോസിറ്റ് സൈഡ് ഈ പോകുന്ന വണ്ടി വൈൽഡ് കോപ്പ്, അൽക്കോക്കാച്ചി, ടാർസൻ, പിന്നെ ആ ഒളിച്ചിരിക്കുന്ന ബ്ലൈൻഡർ. അതിനകത്ത് ഫ്രണ്ടിൽ പോകുന്നത് ഇക്രു, ഈ പോകുന്ന ഡിസയർ. ബേബി ചെറിയെ കാണാനില്ല ഗൈസ്. ബേബി ചെറിയും മറ്റേ ബേബി ചെറിയ കൂടെ ഒരു പെങ്കൊച്ചുണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും എവിടെ പോയെന്നൊരു ഐഡിയ ഇല്ല. തിരക്കായിരിക്കും. ഹലോ, നിങ്ങൾ ആരെ കൂടെ ഇപ്പൊ വരുന്നത്? ആറോടാ? ജാങ്കോയോ? ആ ജാങ്കോന് വണ്ടിയില്ലല്ലേ. ഓക്കെ, മലയാളിയുടെ കൂടെ ജാങ്കോ ഉണ്ടായിരുന്നോ? ഏതാ മന്തി മനസ്സിലാണോ? ഓ, ആ പോന്നു. ഓക്കെ.
മന്തി മനസ്സിൽ എന്ന് പറഞ്ഞിട്ട് മന്തി മനസ്സിൽ റൈറ്റ് സൈഡിലല്ലേ ലീവ് എവിടാ പോന്നേ? വിളിക്കോ ഇക്രല്ലേ അത്? എനിക്കാണോ തെറ്റിയേ? ഇക്രല്ലേ? എടാ നീ തന്നെയല്ലേ അത്? നീ ഇത് എവിടെ പോന്നേ? എടാ എന്നത് അവന്മാരുടെ അടുത്ത് പറയണ്ട്. പറഞ്ഞോ? അപ്പൊ കുഴപ്പമില്ല. ആണോ? എന്നാ ശരി. കൈസ് അങ്ങനെ നമ്മളെല്ലാം കൂടി ഫുഡ് കഴിക്കാനായിട്ട് മന്തി മൻസിലിൽ വന്നിട്ടുണ്ട്. അവരുടെ പുതിയ കട വലിയ തിരക്കില്ലായിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ഇക്രു പിടിച്ചുകൊണ്ട് വന്നേ അങ്ങോട്ട് പോവുക കേട്ടോ. ഓക്കെ, അപ്പം മന്തി മൻസിലോട്ട് കയറുകയാണ്. ഇതേ പോകുന്ന പാർക്കറും മോനൂസും. എല്ലാ ആൾക്കാരെയും പരിചയപ്പെടുത്തരാം. ആവട്ടെ, എല്ലാവരെയും പരിചയപ്പെടുത്തരാം. ഓരോരുത്തരെ പരിചയപ്പെടുത്തരാം. മന്തി മൻസിൽ പൈസ. അപ്പോൾ ഓരോരുത്തരെ പരിചയപ്പെടുത്തരാം. അതായിരിക്കുന്നത് സ്റ്റാൻ കില്ലർ. ഹായ് പറയൂ സ്റ്റാൻ കില്ലർ. സ്റ്റാൻ കില്ലറിൻ്റെ ശരിക്കുള്ള പേര് സുബിൻ. ഇക്രുവിനെ പിന്നെ പരിചയപ്പെടുത്തണ്ടല്ലേ. ഇക്രു ഇതായിരിക്കുന്നു. നമ്മുടെ മോഡറേറ്റർ ജോർജി ബ്രോ ഇതായിരിക്കുന്നു. അടുത്ത അൽക്കോക്കാച്ചി നോക്കിയേ. ഇതാണ് അൽക്കോക്കാച്ചി. ഞാൻ മയക്ക് അങ്ങോട്ട് ഇത്തിരി ഞാനിവിടെ സംസാരിക്കുക. ഇവനെ ഞാൻ പിന്നെ കാണിക്കണം. ഞാൻ ആദ്യമേ കാണിച്ച് ഇവനെ ശബ്ദവും രൂപവുമായി യാതൊരു ബന്ധവുമില്ലാത്ത പയ്യ. കൈമാറ്റിക്കടാ, മാറടാ, കൈമാറടാ. നമ്മുടെ എന്തൊരിതിൻ്റെ പേര്? മോനൂസ്. ഇതിൻ്റെ ശരിക്കുള്ള പേര് അർജുൻ. മലയാളി ഇതായിരിക്കുന്നത്. മലയാളി ഇതിൻ്റെ അടുത്തൊരാൾ എവിടെ വൈൽഡ് കോപ്പ്. ഇത് വൈൽഡ് കോപ്പ്. ഇതില്ല, അത് ടാർസൻ. മുമ്പോട്ടോ. ടാർസൻ. ഇത് ടാർസൻ. ഓക്കെ. എന്ത് ജാങ്കോ? ഇത് നിൽക്കുന്നത് പാവാടയൊക്കെ ഇട്ട് ജാങ്കോ. ഇത് ജാങ്കോ. ഇനി ആരെല്ലാം മിസ്സായിട്ടുണ്ടോടാ? ബേബി ചെറു ഗൈസ്. കരുമാടി എന്ത്? കരുമാടി ഇച്ചെന്ന് മാറിക്കടാ. മാറടാ. പക്ഷെ കരുമാടി എന്ന് വിളിക്കുമ്പോ പൊന്ന് ഹോട്ടലിൽ വന്നിരുന്നിട്ട് കരുമാടി. ഇതാ നിൽക്കുന്നു ബ്ലൈൻഡർ. നിങ്ങൾ ബേബി ചെറിയെ മാത്രം കണ്ടിട്ടില്ല. അത് ഞാൻ വഴിയെ കാണിച്ചു തരാം. ബേബി ചെറി ഭയങ്കര തിരക്കിലാണ്. ബേബി ചെറി എന്താണ് സംഭവം അറിയത്തില്ല. ബേബി ചെറി ഭയങ്കര തിരക്കാണ് ഗൈസ്. ബേബി ചെറിയുടെ പേഴ്സണൽ മോഡറേറ്റർ എന്തോ PA എന്ന് പറഞ്ഞിട്ടൊരു മോഡറേറ്റർ കൂടെ ഉണ്ട്. പുള്ളിക്കാരിയുടെ പേരെന്താ പറഞ്ഞാൽ ദേവയോ അങ്ങനെ എന്തോ പേര് പറഞ്ഞ്. ഇത് അങ്ങ് കണ്ട രണ്ടുപേരിട്ടിരിക്കുന്നത് അതാണ്. ഒന്ന് ബേബി ചെറി, ദേവ. അതെ. അപ്പം നമ്മൾ ഇത്രയും പേര് കൂടെ മന്തി മൻസിലാണ്. പക്ഷേ ഇവിടെ 1 മണിക്കൂറാണ് സമയം പറഞ്ഞേക്കുന്നത് ഫുഡ് കിട്ടാൻ. അതിന് വെയിറ്റ് ചെയ്യുക. എന്തോ ഒറ്റയ്ക്ക് ഇരിക്കുന്ന ഗൈസ്. അങ്ങനെ 1 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം നമ്മുടെ ടേബിൾ റെഡി ആയിട്ടുണ്ട്. നമ്മൾ 15 പേരുടെ ഒരു ടേബിളിൽ കഴിക്കുന്നിടത്തും ബേബി ചെറി. ജാങ്കോ എല്ലാവരും കഴിച്ചു തുടങ്ങി ഗൈസ്. എൻ്റെത് ബേബി ചെറി അവിടെ വിളമ്പി കൊടുക്കുന്നു. അങ്ങനെ എല്ലാവരും ഫുഡെല്ലാം കഴിച്ച് സെറ്റായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. പ്ലേറ്റ് എല്ലാം കാലിയാക്കിയിട്ടുണ്ട്. പക്ഷേ ബേബി ചെറിയെ കാണുന്നില്ല. ബേബി ചെറി വരുമ്പോൾ ഒരു ചെറിയ പണി കൊടുക്കാം എന്ന് ഇക്രു പറഞ്ഞതുകൊണ്ട് നമ്മൾ അതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. നമ്മളെല്ലാവരും ബേബി ചെറിയ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട്. അവൻ ബാത്റൂമിൽ പോയിട്ട് ഇതുവരെയായിട്ട് വന്നില്ല. അതുവഴി അങ്ങ് പോയാന്നും അറിയില്ല. നിന്റെ ചെലവ് എല്ലാരും നിന്റെ ചെലവെന്ന് ഇല്ല. നമ്മളെല്ലാവരും സിംഗിളായി വന്നു, നീ ഡബിളായി വന്നു.
വീട്ടിൽ നിന്ന് ഇവിടെ വന്നപ്പോ നീ ഡബിൾ ആയില്ലേ? ബില്ല് നോക്കാം. ചെറിയ amount ഉണ്ട്. നിനക്ക് യൂട്യൂബ് ഗൈസ്, അപ്പം നമ്മൾ ഫുഡ് കഴിച്ചിട്ടിറങ്ങി നമ്മൾ ദാണ്ട് കോവളത്തോട്ട് പോകാൻ പോവാ. എല്ലാവരും ഉണ്ട് കൂടെ. ബേബി ചെറിയാൻ ടീം. ഈ അവസരത്തിൽ താങ്കൾക്ക് എന്താണ് പറയാനുള്ളത്? എന്താണ് ഇന്നത്തെ ട്രിപ്പിനെ പറ്റിയിട്ട്? സംഭവം കൊള്ളായിരുന്നു. എല്ലാവരും കൂടി കണ്ടുവരുന്നത് നല്ലൊരു ഇത് തന്നെയാണ്. ഇനി ഇതുപോലെ ഉണ്ടാവണം, അത്രേ ഉള്ളൂ. എപ്പോഴും എപ്പോഴും ഇത്ര മതി. എല്ലാവരും റൂമും കൂടി എടുത്ത് ഗൈസ്, അപ്പം നമ്മൾ കരുമാടിയോട് വിട പറയാണ്. കരുമാടി പോവാണ്. അപ്പോൾ നമ്മൾ നേരെ കോളത്തോട്ട്. ഗൈസ്, അപ്പോൾ ഇത് ഞാൻ എത്തുന്നതിന് മുമ്പായിട്ട് ലുലു മാളിൽ വെച്ചിട്ട് നമ്മുടെ പയ്യന്മാർ ചെറിയ രീതിയിൽ സുമോ കളിച്ചതാണ് ലുലു മാളിനകത്ത്. ഗൈസ്, അങ്ങനെ നമ്മൾ കോവളം ബീച്ചിലെത്തിയിട്ടുണ്ട്. നീയാണ് ഇന്നത്തെ താരം. തിരിഞ്ഞ നീ വാലറന്റ്, നീ ഭയങ്കര കളിയാണ്. നീ ഭയങ്കര വാലറന്റ് കളിയാന്നല്ലേ നീ. നിനക്ക് നീ ഫേസ് ക്യാമറ അവസ്ഥ അങ്ങോട്ട് രാവിലെ എന്തോ ഡയലോഗ് പറഞ്ഞായിരുന്നല്ലോ അല്ലെ? അതെ, അവിടെ നിന്ന് വാങ്ങാൻ കയറിയപ്പോ ഷേവ് ചെയ്തോണ്ടാന്ന് ചെറുപ്പം തോന്നിക്കിടന്ന് അവരെ കൊടുത്തില്ല. അത് 2-3 സ്ഥലത്തൊന്നും സാധനം കൊടുത്തില്ല. ഷോപ്പിൽ ഒരു ചായക്കട, 5 സ്ഥലത്തൊന്നും സാധനം കിട്ടിയില്ല. ഓക്കെ അങ്ങനെ വളരെ കാലമായിട്ട് തീർത്തുവിന് ഫിനിക്സിന് ഒരു സമ്മാനം കൊടുക്കണമെന്ന് വലിയ ആഗ്രഹമാണ്. സമ്മാനം ഏറ്റുവാങ്ങിക്കാനായി ഫിനിക്സ് ഇവിടെ നിൽപ്പുണ്ട്. ഓക്കെ, കോഴിക്കോടിനെ സ്പെഷ്യലാണ്. ബാക്കിയുള്ള ഗിഫ്റ്റ് വണ്ടിയിൽ നിറച്ചിട്ടുണ്ട്. പക്ഷെ ഒരു മാസം കൊണ്ട് ഞാൻ പറയാം ഗിഫ്റ്റ് ആണോ ഇതായിരുന്നു ഗിഫ്റ്റ്. ഇക്രു, മുണ്ണൂസ്, വൈൽഡ് കോപ്പ്, അൽക്കോക്കാച്ചി, മലയാളി പേര് പറഞ്ഞതാ, ബ്ലൈൻഡർ, മോഡറേറ്റർ, ടാസൻ, ജാങ്കോ, സ്റ്റാനേട്ടൻ, സ്റ്റാൻ കില്ലർ, ബേബി ജെറി, ഉമ്മച്ചൻ, ജോർജി ബ്രോ. എന്ത് അൽക്കോക്കാച്ചി നോക്കുന്നേ? കിട്ടിയിട ഇതെല്ലാം ഇവിടുന്ന് തന്നെ പറക്കുന്നതാണോ? വാങ്ങിച്ചാലും അൽക്കോക്കാച്ചി ഇങ്ങനെ ആലോചിക്കുക. അത് നൈസായിരിക്കും. വാങ്ങിക്കേ, പവറാവട്ടെ. ഞാൻ മോട്ടിവേഷൻ തരാം. എത്ര പാക്കറ്റ് ലേസ് വാങ്ങിച്ചാ നീ? 30 പാക്കറ്റ് ലേസോ? സത്യം പറ. ഇവര് നിന്നെ കളിയാക്കിയല്ലേ? അപ്പം ശരിക്കും 20 പാക്കറ്റ് വെച്ചോ? എത്ര രൂപ ലേസ്? 10 രൂപയോ? എന്നിട്ട് അല്ല, എന്നിട്ട് എപ്പോ വാങ്ങിച്ചേ? ഇപ്പോ
ഇവിടെ വെച്ച് വാങ്ങിച്ചോ? ഒരു മാസത്തെ വെള്ളോ? ആ എന്നേ ഉള്ളൂ. സുഹൃത്തുക്കളെ, ബൈ ദ ബൈ. ഓക്കെ, ബൈ ദ ബൈ. കൈ കിട്ടുന്നില്ല. ഓക്കെ, ആൽക്കോക്കാജി ബൈ. താങ്ക് യു. ബൈ ബേബി ചെറി. ബൈ ദ ബൈ. എല്ലാം കിട്ടുന്നുണ്ട്. ഓക്കെടാ, ബൈ, കാണാം. ആ, ഈ ഷോ എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇതുപോലത്തെ ഒരു പാൻറ് അടുത്ത ദിവസം നീ കൊണ്ടുവരണം. ഓക്കെ ഓക്കെ, ബ്ലണ്ടറെ. ആ ഓക്കെ. ക്യാമറയിൽ കിട്ടുന്നില്ല പൊക്കം. അപ്പോൾ അത്രേ ഉണ്ടായിരുന്നു ഗൈസ് നമ്മുടെ ഈ ഒരു മീറ്റപ്പിൻ്റെ വ്ളോഗ്. അപ്പോൾ നമുക്ക് ഇനിയും മറ്റ് വ്ളോഗ് വീഡിയോസൊക്കെ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.